ഉള്ളി തൊലി കളഞ്ഞ് അതിനെ കട്ട് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് കട്ട് ചെയ്യാം. ഇഞ്ചിയും തക്കാളിയും പച്ചമുളക് ആവശ്യത്തിനുള്ള എടുത്ത് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അരി എടുക്കുക. അരി 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. തിളച്ച വെള്ളം എടുക്കണം. പിന്നെ ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കണം. വെള്ള കളറിൽ ഇങ്ങനെ കഴുകുമ്പോൾ വരും. അതൊക്കെ നന്നായിട്ട് പോകുന്നവരെ കഴുകിയെടുത്ത് അതിനൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരരിപ്പയിലോ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കറുവപ്പട്ട അങ്ങനെയുള്ള ഗ്രാമ്പൂ ഏലക്കായ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഈ അരിയുടെ വെള്ളം പോകുന്നവരൊന്ന് നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പിന്നെ ഉടഞ്ഞു പോകാതിരിക്കാൻ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് തിളച്ച 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മൾ 2 കപ്പ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ അത് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കാം. ആ വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടെ കയറി നിൽക്കുന്നതായിരിക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാം പാകമായിട്ട് കിട്ടും. അങ്ങനെ അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് മല്ലിയില ഇടാം. നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ നല്ലതാണ്. പിന്നെ കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റോ എല്ലാം ഇടുന്നവർക്ക് ആഡ് ചെയ്യാം. ഞാൻ വെറും ഒരു ഈസി ആയിട്ടൊന്ന് ചെയ്തെടുക്കുന്ന മുട്ട ബിരിയാണിയാണ്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യ് എന്തെങ്കിലും ഓയിൽ ഒഴിച്ചിട്ട് ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് കട്ട പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിപ്പിക്കാതെ നോക്കണം. അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് ആഡ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇഞ്ചി പേസ്റ്റ് ആക്കുന്നവർക്ക് പേസ്റ്റും ആക്കിയിട്ട് ചെയ്യാം. ഇതിലേക്ക് പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ എടുത്ത് നന്നായിട്ട് വഴിച്ചെടുക്കണം. അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കണം. അതിൽ പിന്നെ മൂടി വെച്ച് മാറ്റി വെക്കും. അപ്പോഴേക്കും നമുക്കിവിടെ അരി തിളച്ച് വരുന്നുണ്ടാവും. അരി നല്ലോണം തിളച്ച് വരുമ്പോൾ തന്നെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോഴേക്കും ഏകദേശം വെന്ത് കിട്ടും. പിന്നെ ആ വെന്ത് കിട്ടുന്നേരം ഒന്ന് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അത് അരിയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അത് വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പോഴേക്കും ഇവിടെ മസാല റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് മുട്ട കഷ്ണം ആക്കി ഇടുന്നവർക്ക് മുട്ട പീസാക്കിയിടാം. ഞാനിവിടെ അങ്ങനെ ഇട്ടേക്കുവാണ്. അതൊന്ന് മിക്സ് ചെയ്ത് മുട്ടയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴേക്കും നമുക്ക് സാലഡിൻ്റെ ശരിയാക്കാം. സാലഡിനെ കക്കിരിയുള്ളവർ കക്കിരി എടുക്കാം. കുക്കുമ്പറൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ക്യാരറ്റും പിന്നെ ഇവിടെ നന്നായിട്ട് ചെറിയ ടൊമാറ്റോ കുഞ്ഞു ടൊമാറ്റോ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്തിടാം. പച്ചമുളകും ഉപ്പും ചെറുനാരങ്ങ ഇട്ടിട്ടുണ്ട്. വേറെ വെജിറ്റബിൾസ് ഉള്ളവർക്ക് അത് ആഡ് ചെയ്യാം. അങ്ങനെ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.